ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഞങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു കുഞ്ഞ് ഹെയർ കട്ട് വ്ളോഗാണ്. പിന്നെ നമ്മൾ മോളുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ, അതായത് ഞാനും പിള്ളേരും കൂടി പോയി മാത്രം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം വലിയ വലിയ ഐറ്റംസൊക്കെ ഏട്ടൻ വന്നിട്ടേ പോവുള്ളൂ. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൻ്റെ മുമ്പത്തെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു പർച്ചേസിന് വേണ്ടിയിട്ടുള്ള ഒരു പോക്കാണ് കേട്ടോ. ഞാനും പിള്ളേരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുട ഉണ്ടായില്ല, അപ്പോൾ താഴത്തുനിന്ന് ഞാൻ കുട മേടിച്ചു. അപ്പോൾ ഞങ്ങളുടെ കൂടെ അവളും വന്നപ്പോഴത്തേനും പോയി വരുമ്പോൾ മിഠായിയൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ പിള്ളേരായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മളുടെ ഈ വഴി കാണാൻ നല്ല ഭംഗിയാന്ന് പറഞ്ഞു കേട്ടോ മിക്കവരും. ശരിയാണ്, നല്ല രസമാണ് ഈ വഴി കാണാനായിട്ട്. ടൈലൊക്കെ ഇട്ടിട്ട് നേരത്തെ അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഇത്ര നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ടൈലൊക്കെ ഇട്ടിട്ട് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പോവുകയാണ്. നമ്മൾ തോപ്പുംപടിയിലേക്കാണ് കേട്ടോ പോണത്. എനിക്ക് പിന്നെ ടൂ വീലറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓട്ടോനാണ് എപ്പോഴും കുട്ടികളായിട്ട് പോകുമ്പോൾ പോവുക, അല്ലെങ്കിൽ ബസ്സിന് പോവും. നമ്മൾ ടൂ വീലർ ഓടിക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ. പറയുന്നതിൽ നാണക്കേടൊന്നുമില്ല, കാരണം എനിക്കറിയാത്തത് കൊണ്ടാണല്ലോ. അപ്പോൾ ഞാൻ ഓട്ടോക്കാരൻ ചേട്ടനോട് ചോദിക്കായിരുന്നു നല്ലൊരു ലേഡീസ് ഷോപ്പ് ഏതാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇങ്ങനെ തോപ്പുംപടിയിൽ കുറേ ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഷോപ്പിൽ കൊണ്ടിറക്കി. പക്ഷേ എനിക്ക് അവിടെ അങ്ങനെ അധികം അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു ഷോപ്പിൽ കയറി. അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ആദ്യം കയറിയ ഷോപ്പാണിത്, പക്ഷേ എനിക്കതങ്ങനെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വേറെ ഒരു ഷോപ്പിൽ ചെന്നു. അപ്പോൾ എനിക്ക് അവിടുത്തെ കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെട്ടു. ഒരുപാടുണ്ട്. തോപ്പുംപടിയിൽ ഷീ ലുക്സ് അങ്ങനെ എന്തോ ആണ് ആ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ നമ്മൾ കഴുത്തിലിടാനുള്ള നെക്ലസ് അതേപോലെ തന്നെ അവൾക്ക് അന്നത്തെ ദിവസം മേക്കപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ. അധികം മേക്കപ്പ് ഒന്നും പാടില്ല നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ, എന്നാലും കുറച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ മുഖത്തൊക്കെ ഇട്ട് കൊടുക്കണമല്ലോ. കണ്ടോ, ഇത്രയും കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അത്രയും അടിപൊളിയാണ്. ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം എനിക്ക് ഭയങ്കര നമുക്കിങ്ങനെ ഒത്തിരി ധാരാളം കാണുമ്പോഴത്തേനും ഭയങ്കര കൺഫ്യൂഷൻ ഫീൽ ചെയ്യും, ഏതെടുക്കും എന്തെടുക്കും. പക്ഷെ അടുത്ത കുട്ടികളൊക്കെ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവൾ 2 ദിവസം മുമ്പ് ഇവളുടെ മൂക്കൊന്ന് പൊട്ടിയായിരുന്നു. 2 ദിവസം മുമ്പല്ല, 2 ആഴ്ച മുമ്പ്. അപ്പോൾ അത് പാട് നിപ്പുണ്ട്. അപ്പം ഞാൻ ഒരു കൺസീലർ അവളുടെ സ്കിൻ ടോണിന് പറ്റിയത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരെണ്ണം എടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരെണ്ണം അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നി, പക്ഷെ ഒരു കറക്റ്റ് ഷെയ്ഡിനനുസരിച്ച് കിട്ടിയില്ല. അപ്പോൾ ഞാൻ അത് മേടിച്ചില്ല കേട്ടോ. അപ്പോൾ അന്നക്കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ജോക്കുട്ടനാണ് സങ്കടം, കാരണം ഈ പെണ്ണുങ്ങളുടെ കൂടെ പർച്ചേസിന് വരുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ ഭ്രാന്ത് പിടിക്കുന്നത് ആൺകുട്ടികൾക്കാണല്ലോ. അപ്പം ഞാൻ അവനോട് പറഞ്ഞതാണ്, വന്നില്ലെങ്കിൽ വരണ്ടട കുഞ്ഞാ, ഞാനും ചേച്ചിയും കൂടി പോയി മേടിക്കുക. ഇല്ല ഞാനും വരും, ഇനി ഞങ്ങളെങ്ങാനും ബിരിയാണി കഴിച്ചാലോ എന്ന് ഓർത്തിട്ട് അവന് ടെൻഷനായിട്ടാണ് അവൻ ഞങ്ങളുടെ കൂടെ പോകുന്നത്. പക്ഷേ അവനിപ്പോൾ തോന്നുന്നുണ്ടാവും വരണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ കൺസീലർ നോക്കിയിട്ട് എനിക്ക് പറ്റിയത് കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഏട്ടനായിട്ട് വരാം. അതുപോലെ അവിടെ ആ കടയുടെ ഓണറിന് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു, ഏത് ഷെയ്ഡായിരിക്കും ഇന്ന സ്കിൻ ടോണിന് പറ്റിയതെന്ന് നന്നായിട്ട് അറിയാം. അപ്പോൾ ചേച്ചി ഉള്ളപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടോണിനനുസരിച്ചുള്ളത് എടുത്തു തരാൻ ചേച്ചി എന്നൊക്കെ അവിടുത്തെ കുട്ടികൾ പറഞ്ഞു. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊക്കെ നോക്കിയിട്ട് 2 ലിപ്സ്റ്റിക്ക് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ജോക്കൂട്ടൻ്റെ ഇരിപ്പ് കണ്ടോ, ഭ്രാന്ത് കയറിയിട്ട്. അവസാനം ബില്ല് എഴുതി. ഏകദേശം ഒരു 1500 1800 രൂപ വരുന്ന സാധനങ്ങൾ നമ്മൾ മേടിച്ചു. കാരണം എനിക്കും മേടിച്ചു, അവൾക്കും മേടിച്ചു. പിന്നെ അവന് 1-2 ഐറ്റംസ് മേടിക്കാനുണ്ടായിരുന്നു, ലേഡീസ് സ്റ്റോറിൽ നിന്നല്ല, വേറെ സ്ഥലത്തുനിന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ കൂടുതൽ വലിയൊരു ആർഭാടത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ എന്നാലും മേക്കപ്പും കാര്യങ്ങളൊന്നും കുറേയൊന്നുമില്ല. എന്നാലും നമ്മളൊരു വൃത്തിക്കും മെനയ്ക്കും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ പൈസയൊക്കെ കൊടുത്ത് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നല്ല സ്നേഹമുള്ള കുട്ടികളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുഖം നോക്കിക്കേ, ഒത്തിരി കുരുക്കളുണ്ട്. കുരുക്കൾ കുറവാണ്, പക്ഷേ കുരുക്കൾ വന്നിട്ട് കുഴികളുണ്ട്. നന്നായിട്ട് ടാനുണ്ട്. ആ കുഴികളൊന്നും പോവില്ല കേട്ടോ. ആ കുഴികളൊക്കെ എനിക്ക് തോന്നുന്നു ലൈഫ് ലോങ് ഞാൻ പെട്ടിയിലാവുന്നത് വരെ എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം എൻ്റെ അപ്പച്ചൻ്റെ ഒരു ശരീരപ്രകൃതിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പച്ചന് ഇതേപോലെ കവിളത്ത് 2 സൈഡും ഇതേപോലെ കുരുക്കൾ വന്നിട്ട് കുഴിയുണ്ട്. അപ്പോൾ എനിക്കും അത് തന്നെയാണ്. കുരുക്കൾ വരുമ്പോൾ ഞാൻ നന്നായിട്ട് മാന്തി പൊട്ടിക്കുമായിരുന്നു. എനിക്ക് പറഞ്ഞു തരാൻ, മാന്തി പൊട്ടിക്കരുത് എന്ന് പറഞ്ഞു തരാനുള്ള ആൾക്കാരൊന്നും ഉണ്ടായില്ല. പറഞ്ഞു തരാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ പൊട്ടിക്കുകയും ചെയ്യുമായിരുന്നു. ഫ്രണ്ട്സൊക്കെ പറഞ്ഞു തരും പൊട്ടിക്കരുതെന്ന് പറയുമ്പോൾ
ഞാൻ അതിന് മുന്നേ തന്നെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യും, കാരണം അത്രയും കുരുക്കൾ എൻ്റെ മുഖത്ത് വരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പൊട്ടിച്ചതിൻ്റെ കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പരിപാടി വിളിക്കാൻ പോക്കും സാധനങ്ങൾ മേടിക്കാൻ പോക്കും എല്ലാ കാര്യങ്ങളും കൊണ്ടും നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട്. പിന്നെ അന്നമോളുടെ മുടി വെട്ടണം, എൻ്റെ മുടി വെട്ടണം. അപ്പം ഞാൻ ആദ്യം കരുതി അവളുടെ ഹെയർ കട്ട് ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ തോപ്പുംപടിക്ക് തന്നെയുള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ പോയത്. അപ്പോൾ ഇതാ നന്നായിട്ട് നമുക്ക് നല്ല സർവീസാണ് കേട്ടോ അവിടെ. നന്നായിട്ട് നമുക്ക് ഹെയർ വാഷൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഹെയർ കട്ട് ചെയ്ത് തന്നത്. കാരണം ഞാൻ കുറേ ലെങ്ത്ത് കുറച്ചാൽ ഇവളുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയന് ഞാൻ തന്നെയാണ് മുടി കെട്ടി കൊടുക്കുന്നത്, മേക്കപ്പ് ചെയ്യുന്നത്. നമ്മൾ പുറത്തുനിന്ന് ഒരാളെ വിളിക്കുന്നില്ല. കാരണം പുറത്തുനിന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോൾ അവർ പറയുന്ന റേറ്റ് ഭയങ്കരമാണ്. കാരണം അവർ ചെയ്യുന്ന സർവീസ് അങ്ങനെയാണ്, അവരെടുക്കുന്ന ഓരോ മേക്കപ്പ് സാധനങ്ങൾക്കും അത്രയും വിലയുണ്ട്. അപ്പം ഞാൻ തന്നെ ചെയ്യാമെന്ന് കരുതി. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് മുടി വെട്ടിയത്. അപ്പോൾ ഇത്രയും നേരമായപ്പോഴത്തേനും പിള്ളേർക്ക് വിശക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഞാൻ ചെറിയൊരു ഫ്രൂട്ടിയും പിന്നെ 1-2 മീറ്റ് റോളും മേടിച്ചിട്ട് വന്ന് കൊടുത്തു. അപ്പം അന്നത്തെ ഉച്ചഭക്ഷണം പാർലറിൽ അവിടെ ഇവിടേക്ക് ഇരുന്ന് അങ്ങനെ ഇങ്ങനെ കഴിച്ചു കൂട്ടി. ജോക്കുട്ടിന് ഇവിടെ വന്നിട്ട് വലിയ ബോറടിയും കാര്യങ്ങളും ഉണ്ടായില്ല. കാരണം അവന് നേരം പോകാൻ ഈ മുടി കട്ട് ചെയ്യുന്ന ഈ ചേച്ചി ഉണ്ടല്ലോ, നല്ല കമ്പനിയായിരുന്നു. പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ടിട്ട് ബാക്കിൽ അത്യാവശ്യം ലെയേഴ്സ് എടുത്തറിയുന്ന രീതിയിലാണ് എനിക്ക് അന്നമോളുടെ മുടി ചെയ്തു തന്നത്. ഞാനൊരു ഹെയർ സ്റ്റൈൽ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ വരണമെങ്കിൽ ഇങ്ങനെ വന്നാലേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ പറഞ്ഞോ അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ എനിക്ക് അന്നക്കുട്ടിയുടെ മുടി ചെയ്ത് സെറ്റാക്കി തന്നു കേട്ടോ. എനിക്ക് സന്തോഷമായി. അപ്പോൾ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ തോപ്പുംപടിയിലുള്ളതാണ്. ഞാൻ അതിൻ്റെ കോൺടാക്റ്റ് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ടോ പിൻ ചെയ്ത് കൊടുത്തേക്കാം. നല്ല അസലായിട്ട് നമുക്കിവിടെ ഹെയർ മേക്ക് ഓവറൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തു തരും. അങ്ങനെ അന്നമോളുടെ മുടിവെട്ടലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മുടി നല്ല അസലായിട്ട് ഇങ്ങനെ ലെങ്ത്ത് ഉണ്ടെന്നല്ലാണ്ട് ഭയങ്കര ഫ്രിസിയാണ് എൻ്റെ ഹെയർ. അതേപോലെ തന്നെ പെട്ടെന്ന് ചട പിടിക്കും, ലെങ്ത്ത് ഉള്ളതുകൊണ്ട് ചട പിടിക്കും പെട്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ലെങ്ത്ത് അധികം കുറയ്ക്കണ്ട, ഫ്രണ്ടിൽ കുറച്ച് വെട്ടിയിട്ടിട്ട് കൂടുതൽ ലെയേഴ്സ് വരണം എന്നാണെങ്കിൽ നമ്മൾ മുടി കയറ്റി വെട്ടണം. എനിക്കെൻ്റെ മുടിയോട് ഒരു ഇത്തിരി ഇഷ്ടമുണ്ട്. കാരണം ചിലപ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കിങ്ങനെ മുടി കുറഞ്ഞു വരുമ്പോഴത്തേനും, അതായത് മുടി ഊരിപ്പോകുമല്ലോ നമ്മുടെ തലയിൽ നിന്ന്. എനിക്ക് അത്യാവശ്യം ഹെയർ ലോസ് ഉള്ള ആളാണ് ഞാൻ. ടെൻഷനും പിന്നെ ഇവിടുത്തെ വെള്ളമൊന്നും എനിക്ക് തീരെ പറ്റുന്നില്ല. അപ്പം നല്ല രീതിയിൽ ഹെയർ ലോസ് എനിക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വീട്ടിൽ നിന്ന് കരുതിയത് കുറച്ചങ്ങ് കയറ്റി അങ്ങ് വെട്ടാമെന്ന് കരുതി. പക്ഷേ അവർ എന്നോട് പറഞ്ഞു ഇത്രയും മുടിയൊക്കെ വളർന്ന് കിട്ടാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ കുറേ ലെങ്ത്ത് കുറയ്ക്കണ്ട, ആവശ്യത്തിന് കുറച്ച് ആ ഒരു മുടിയുടെ അറ്റത്ത് സ്പ്ലിറ്റ്നെസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഫ്രണ്ടിൽ കുറച്ച് ലെയേഴ്സൊക്കെ വെട്ടിയിട്ട് ഞാൻ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് എനിക്ക് പുള്ളിക്കാരത്തി ചെയ്ത് തന്നു കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ പാമ്പർ ചെയ്ത്, അതാണല്ലോ ശരിക്കും ഒരു കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. നല്ല അസലായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം നന്നായിട്ട് എനിക്ക് മുടി നന്നായിട്ട് വെട്ടി ഞാൻ വിചാരിച്ച പോലെ തന്നെ. ഇപ്പോൾ ഈ സമൃദ്ധ സുനിലിൻ്റെയൊക്കെ മുടി അതൊക്കെ വേറെ ലെവലാണ്. എന്നാലും ഞാൻ വെറുതെ പറയുകയാണ്, ഫ്രണ്ടിൽ കുറച്ച് വെട്ടിയിട്ടിട്ട് ബാക്കിൽ ലെങ്ത്ത് കുറയ്ക്കാണ്ട് ഇങ്ങനെ കിടക്കില്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേനും നോക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി എനിക്ക് ചെയ്തു തന്നു. നമ്മൾ മുടിയാണെങ്കിലും മുഖമാണെങ്കിലും നമ്മളൊന്ന് മേക്കപ്പൊക്കെ ചെയ്ത് അല്ലെങ്കിൽ നന്നായിട്ടൊരു മേക്ക് ഓവറൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്വയം ഒരു കോൺഫിഡൻസ് തോന്നും. അപ്പോൾ ഇതിൻ്റെ ബാക്കി വ്ലോഗായിട്ട് അടുത്ത ദിവസം വരാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.